ഹലോ ഗായ്സ്, വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ. അങ്ങനെ ഒരു തകർപ്പൻ വിജയം ബാഴ്സലോണ സ്വന്തമാക്കിയിട്ടുണ്ട്. 5-0 വമ്പൻ വിജയമാണ് ബാഴ്സലോണ സ്വന്തമാക്കിയത്. അത്രയും ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ ആയിരുന്നു. അതിൻ്റെയൊക്കെ പിന്നിൽ ഒരേ ഒരാളാണ്, നമുക്കറിയാം. അത്രയും കിടിലം കളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് കണ്ടുവന്നവരുടെ കണ്ണ് തള്ളിയിട്ടുണ്ടാവും. കാരണം അത്രയും അറ്റാക്കിംഗ് ഫുട്ബോളാണ് ബാഴ്സലോണ കാഴ്ചവെച്ചതെന്നുള്ളതാണ്. ഫസ്റ്റ് ഹാഫിൽ തന്നെ നാലെണ്ണം അടിച്ചിരുന്നേച്ചി. അതും അവരുടെ ഫ്രണ്ട് നിരയിലുള്ള എല്ലാവരും അടിച്ചു എന്നുള്ളതാണ്. പീക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും കിടിലൻ കളിയായിരുന്നു. റാഫിനെ പറ്റി എടുത്തു പറയണം. കാരണം ആളൊരു രക്ഷയില്ല. അത്രയും കിടിലൻ പെർഫോമൻസ് ആണ് പുള്ളിയുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ബാക്ക് ടു ബാക്ക് ഗോൾ അടിക്കുന്നുണ്ട്, ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആളൊരു ഓൾ റൗണ്ടർ ആണെന്ന് പറയാം. കാരണം ഡിഫെൻസീവിലേക്ക് ഒത്തിരി ടീമിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ആളുടെ മെന്റാലിറ്റി എന്ന് പറയുന്നതും ടോപ്പ് ക്ലാസ് ആണ്. ആളുടെ ആ പെർഫോമൻസ് ഈ ഒരു സ്റ്റാറ്റസിലുണ്ട്. കാരണം അത്രയും കിടിലൻ കളിയാണ്. 2 ഗോൾ അടിച്ചു, ഒരു അസിസ്റ്റ്. ടോട്ടലി ആള് നിറഞ്ഞാടി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു ലോക്കൽ ടീമിനായിട്ടല്ല, നമുക്കറിയാം അത്ലറ്റിക്കോ ബിൽബാവ് ഒത്തിരി നല്ലൊരു ടീം തന്നെയാണ്. പിന്നെ റൂണി, ആളുടെ കളിയും ഒരു രക്ഷയില്ലായിരുന്നു. ആളൊരു യങ് പ്ലെയർ ആണ്. ആൾക്ക് കിട്ടിയ സ്റ്റാർട്ടിൽ എല്ലാ ഗോൾ അസിസ്റ്റ് ഒക്കെ വാരിക്കൂട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. സോ അത്രയും ടോപ്പ് ക്ലാസ് പ്ലെയർ തന്നെയാണ്. പിന്നെ നമുക്കറിയാം ഫെർമിൻ ലോപ്പസ് ബാക്ക് ടു ബാക്ക് ആള് ഗോൾ അടിക്കുന്നുണ്ട്, ടീമിനെ വിജയിപ്പിക്കുന്നുണ്ട്. ഈസ് എ ടോപ്പ് ക്ലാസ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ആളുടെ പെർഫോമൻസ്, ആളെ എപ്പോഴൊക്കെ സ്റ്റാർട്ട് ചെയ്യിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ആൾ ഗോൾ അടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആൾ അസിസ്റ്റ് ഉണ്ടാവും ആളുടെ ഭാഗത്ത് നിന്ന്. അത്രയും ക്വാളിറ്റി ആണെന്ന് പറയാം. ആള് ഒരു ടോപ്പായിട്ടുള്ള പ്ലെയർ തന്നെയാണ്. ആള് വേണ്ട സമയത്ത് ഗോൾ അടിക്കും, അതുപോലെ തന്നെ അസിസ്റ്റ് കൊടുക്കും. ആളുടെ ചില റണ്ണുകളൊക്കെ കണ്ടാൽ നമുക്കറിയാം. ഇന്നലെ ഉണ്ടായിരുന്നു അതുപോലത്തെ കുറച്ച് ടേക്ക് ഓൺ ചെയ്ത് ഫ്രണ്ടിലോട്ട് എടുക്കുന്ന റണ്ണ്. സോ അത്രയും കിടിലൻ കളി തന്നെയായിരുന്നു. ആൾ ഓവറോള് നന്നായിട്ട് തന്നെ 2 അസിസ്റ്റ് ഉണ്ടായിരുന്ന ആൾക്ക്, ഒരു ഗോളും. സോ അത്രയും ടോപ്പ് നോച്ചാന്ന് പറയാം ആളുടെ പെർഫോമൻസ്. സോ ബാക്ക് ടു ബാക്ക് ബാഴ്സലോണക്ക് വേണ്ടി നല്ല കളി തന്നെ കളിക്കുന്നുണ്ട്. ആ ഫസ്റ്റ് ഹാവിൽ തന്നെ അത്ലറ്റിക്കോ ബിൽബാവോ വിചാരിച്ചിട്ടുണ്ടാവും ആ കളിയൊന്ന് തീർന്നിരുന്നുവെങ്കിൽ എന്ന്. കാരണം അത്രയും ടോപ്പ് ക്ലാസ് ആയിട്ടായിരുന്നു അവരുടെ അറ്റാക്കിങ്. നിർത്താണ്ട് ഗോൾ അടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയാം. കാരണം ബാക്ക് ടു ബാക്ക് അവർക്ക് ഗെയിമുകൾ ഉണ്ടായിട്ടും ബാഴ്സലോണ ഒടുക്കത്തെ കളിയാണെന്ന് പറയാം. ഫെറാൻഡോർസിന്റെ ഗോൾ ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ ഗോളി ഉണ്ണി സിമൺ, നമുക്കറിയാം ആളൊരു കിടിലൻ ഗോൾ കീപ്പർ ആയിരുന്നു. പക്ഷെ ഇന്നലെ ആളുടെ ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. യാതൊരു തലത്തിലും ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒരു സേവോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. അവരുടെ ഡിഫൻസ് ആണെങ്കിലും പൊട്ടിപ്പൊളിഞ്ഞ രീതിയിലായിരുന്നു. ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഡിഫെൻഡിങ് എന്ന് വേണമെങ്കിൽ പറയാം. അത്ലറ്റിക്കോ ബിൽബാവോ ഒട്ടും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു മാച്ച്. അവരങ്ങനെ ബാഴ്സലോണ ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട് കോപ്പ ഡെൽ റേയുടെ. അപ്പൊ അടുത്തത് ആര് വരുമെന്ന് അറിയില്ല. എന്നാലും ഒരു കിടിലൻ പെർഫോമൻസ് ആയിരുന്നു ബാഴ്സയുടെ ഭാഗത്തുനിന്ന്. നമുക്കറിയാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അടുത്തൊരു വേസ്റ്റ് പെർഫോമൻസ്. പുതിയ കോച്ച് വന്നു, ഇന്ററിം കോച്ചാണ് നമുക്കറിയാം. പക്ഷെ എന്നിട്ട് പോലും 2-2 റിലിഗേഷൻ ഷൂണിലുള്ള ഒരു ബേൺലിയെ തോപ്പിക്കാനും പോലും പറ്റിയില്ല എന്നുള്ളതാണ്. എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് സെസ്കോന്റെ തന്നെയായിരുന്നു. ആളെ യുണൈറ്റഡ് ഷർട്ട് ഇട്ടിട്ട് ആളുടെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് വന്നത് ഇന്നലെയാണെന്ന് പറയാം. കാരണം ആളുടെ റണ്ണാണെങ്കിലും എല്ലാം ടോപ്പ് ക്ലാസ് ആയിരുന്നു. ടച്ചസ് ആണെങ്കിലും ടോട്ടലി ആള് തോറ്റുന്നൊരു കളീനെ നമുക്കൊരു ജയിക്കോ എന്നുള്ള ഒരു പ്രതീക്ഷ എന്നൊരു മാസ്റ്റർ ക്ലാസ് കളി തന്നെയായിരുന്നു. സോ അത്രയും ആളുടെ ഒരു ക്വാളിറ്റി നമുക്ക് ഇപ്പൊ മനസ്സിലായി എന്നുള്ളതാണ്. ആള് CB ഒക്കെ മാർക്ക് ചെയ്യുമ്പോൾ ഡയഗണലി റൺ എടുക്കണൊക്കെ ടോപ്പ് തന്നെയാണ്. ആളുടെ ആ ഒരു പവർ നമുക്ക് എന്തായാലും മനസ്സിലായി. ഫസ്റ്റ് ആ ബ്രൂണോന്റെ പാസിൽ നിന്ന് വന്ന ഗോള്, ആ റണ്ണാണെങ്കിലും ആളുടെ ആളുടെ ബ്രില്യൻസ് തന്നെയായിരുന്നു ആ റണ്ണ്. ബ്രൂണോന്റെ പാസും എടുത്ത് പറയണം. കാരണം ആള് വന്നേ പിന്നെ നല്ല അറ്റാക്കിങ്ങിൽ വ്യത്യാസമുണ്ട്. സെസ്കോന്റെ ആ കിടിലൻ ഒരു പെർഫോമൻസ് ആയിരുന്നു ആളുടെ ആ റണ്ണിൽ ഉണ്ടായിരുന്നില്ല. കാരണം ആളുടെ കിടിലൻ ഒരു കളി തന്നെയായിരുന്നു. കുറെ നാൾക്കൾക്ക് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തെ ഗോളും ആ ഒരു ടച്ച് കണ്ടപ്പോൾ ആരെയോ ഓർമ്മ വന്ന പോലെ തോന്നി. ഒരു പഴയ ഒരു ലെജൻഡിനെ നമുക്കറിയാം. അത്രയും ടോപ്പായിരുന്നു. ഡോർഗുന്റെ ആ പാസ് ആണെങ്കിലും ഒരു കിടിലൻ പാസ് തന്നെയായിരുന്നു. ഓവറോള് 2-1 ഫ്രണ്ടിൽ വന്നിട്ടും നമ്മൾ വിചാരിച്ചു ഒരു പക്ഷേ ജയിക്കും എന്നുള്ളത്. കാരണം ആ അസിസ്റ്റും അത് കഴിഞ്ഞ് വന്ന അറ്റാക്കും അടിപൊളി തന്നെയായിരുന്നു. ഡോർഗുന്റെ ആ ഒരു അസിസ്റ്റ് കിടിലൻ തന്നെയായിരുന്നു. ആൾ ഓവറോൾ കിടിലൻ പ്ലെയർ തന്നെയാണ്. ഇപ്പൊ നിലവിൽ ബാക്ക് ടു ബാക്ക് ബീസ്റ്റ് പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കേണ്ടെന്നുള്ളതാണ്. ടീമിന് വേണ്ടി ഡിഫെൻസീവിലും ഒഫൻസീവിലും ആൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ്. പിന്നീട് നമുക്കറിയാം മാച്ച് മാറി 2-2 ആന്റണിയുടെ ഒരു ഗോള് വന്നായിരുന്നു. അതോടെ ടീം മൊത്തത്തിൽ പോയി. പിന്നെ കുറച്ച് ക്യാമിയോ മൂമെന്റ്സ് ഉണ്ടായിരുന്നു ലേസിയുടെ. നമുക്കറിയാം ആളുടെ ഒരു ഷോട്ട് കയറിയെങ്കിൽ ടോട്ടലി ഒരു ബേൺലി സ്റ്റേഡിയം വേണമെങ്കിൽ കുലുങ്ങിയാണ്. കാരണം അമ്മാരി കർവിങ് ഷോട്ട് ആയിരുന്നു. ആളുടെ ഒരു
ചെറിയൊരു കാമിയോ ആയിരുന്നു. ഒരു കിടിലൻ കളിയായിരുന്നു. ടെക്നിക്കലി ഗിഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. നമുക്കറിയാം ബ്രൂണോന്റെ ഒരു തിരിച്ചുവരവോടി അറ്റാക്കിംഗ് വളരെയേറെ ഇമ്പോർട്ടൻസ് കൂടിയിട്ടുണ്ട്. ആളുടെ പാസിങ്ങും ആള് തന്നെയായിരുന്നു ആ ചാൻസ് ക്രിയേറ്റ് ചെയ്ത് സെസ്കോക്ക് കൊടുത്തതും. അങ്ങനെ എന്താ പറയാ, ഒരു മജസ്ട്രോ അടുത്തൊരു പെർഫോമൻസ് കൂടി കാഴ്ചവെച്ചിട്ടുണ്ട്. ആളെ ടീമിലുണ്ടാകുമ്പോൾ ടീമിന്റെ ഒരു പ്ലേ വേറെ ലെവൽ തന്നെയാണ്. കാരണം അറ്റാക്കിങ്ങിൽ ആള് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻസ് ഒട്ടും ചെറുതല്ല എന്നുള്ളതാണ്. കാരണം അത്രയും ടോപ്പ് ക്ലാസ് പ്ലെയർ തന്നെയാണ്. ആളെ പറ്റി അങ്ങനെ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരു മാസ്റ്റർ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നിലവിലുള്ള എല്ലാ കളിയും ഇപ്പൊ സമനില പിടിച്ച് യുണൈറ്റഡ് കുടുങ്ങിയിട്ടുണ്ട്.